السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരം ലളിതമല്ല, ഭാരവും ബാധ്യതയുമാണ് എന്ന വിഷയത്തെക്കുറിച്ച് അതിൻ്റെ മതപരവും ഭൗതികവുമായ ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പുതിയ കാലത്ത് അധികാരത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളും യുദ്ധങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രമായ പരമാധികാര രാജ്യങ്ങളെ ആയുധശേഷിയുടെയും അഹങ്കാരത്തിൻ്റെയും മൂർധന്യതയിൽ അടിച്ചു നിരത്തി അവിടെയൊക്കെ ഞങ്ങളുടെ അധികാരം സ്ഥാപിക്കുമെന്ന് പറയുന്ന കുറേ ലോകഭീകരന്മാർ ദി ഗ്രേറ്റ് ഇസ്രായേൽ പ്രൊജക്റ്റ് എന്ന പേരിൽ ഓമനിച്ചു വിളിക്കുന്ന വളരെ വൃത്തികെട്ട ലബനാനും ഈജിപ്തും GCC രാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ അധികാര പരിധിയിൽ കൊണ്ടുവരും. അവിടെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായി ഞാൻ മാറുമെന്ന് പലവട്ടം പ്രഖ്യാപിച്ച് അതിനുവേണ്ടി നിഷ്ഠൂരമായി കൊലപാതകങ്ങൾ നടത്തുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള അധികാരമോഹികൾ മറുവശത്ത് പ്രാദേശികമായി നമ്മുടെ രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു വന്നാൽ രാഷ്ട്രീയപരമായ മത്സരങ്ങളും വെല്ലുവിളികളും അധികാരലബ്ധിക്ക് വേണ്ടിയുള്ള വളരെ മാനം കെട്ട പ്രവർത്തനങ്ങളും ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് അധികാരം, അതെങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മതവിശ്വാസികളും അല്ലാത്തവരും അതേക്കുറിച്ച് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുമുണ്ട്. എങ്ങനെയാവണം ഒരു നല്ല ഗവൺമെൻറ് എന്നതിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേകമായ ചില തീരുമാനങ്ങളുണ്ട്. അതല്ല ഞാൻ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നാലും ആമുഖമായി അതൊന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നുകയാണ്. അത് സംബന്ധമായ 2-3 ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളും അതേപ്രകാരമുള്ള അവരുടെ റിപ്പോർട്ടുകളും ഇന്ന് ലഭ്യമാണ്. 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അധികാരികൾക്ക് വേണമെന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭ ഇത്തരം പഠനങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 1, അധികാരം ഒരു വിശ്വാസമാണെന്ന്. എന്നുവെച്ചാൽ കുറെ ആളുകൾ ഒരാളെ അവരെ ഭരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അധികാരപ്പെടുത്തുന്നത് അദ്ദേഹത്തിൽ നിന്ന് സമ്പൂർണമായി നീതി ലഭിക്കുമെന്ന വിശ്വാസം കൊണ്ടാണ്. അപ്പൊ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല നല്ല ഗവൺമെന്റ് എന്നാണ് ആ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ ഒന്നാമതായിട്ടുള്ളത്. 2ാമതായി നിയമവാഴ്ചയോടുള്ള ബാധ്യത വീട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഏതൊരു രാജ്യമാണെങ്കിൽ അവിടെ ഒരു ഭരണഘടന ഉണ്ടാവും. ഒരു ഇസ്ലാമിക ഭരണം നടക്കുന്നിടത്ത് ദൈവികമായ ഭരണഘടനയുണ്ട്. ആരാണെങ്കിലും ആ ഭരണഘടനയോട് യോജിച്ചാണ് പ്രവർത്തനം മുന്നോട്ടുണ്ട്, അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയാവും. അധികാര പ്രമത്തത മൂത്ത് അവർ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാതെ അവർക്ക് പലപ്പോഴും ചിത്തഭ്രമം ബാധിക്കും. അതില്ലാതിരിക്കാൻ അവരുടെ ഭരണം, അധികാര വിനിയോഗം കൃത്യമായൊരു മാനദണ്ഡവും ഒരു നിയമവാഴ്ചയോടുള്ള ബാധ്യത നിർവഹിക്കുന്ന രീതിയിലുമാകണം. 3ാമതായി സാമൂഹിക നീതി ഉറപ്പുവരുത്തണം. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 5 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 4 പേരും ഏകദേശം ഒരു 20% വോട്ട് പിടിക്കുന്നു. 5ാമത്തെ ആൾക്ക് ഒരു 21-22% വോട്ട് കിട്ടുന്നു. അയാൾ ജയിക്കും. സത്യത്തിൽ 80% ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഭരണത്തിൽ വരുന്നത്. 80% ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് എല്ലാവരെയും ഭരിക്കാനിരിക്കുന്നത്. അയാൾ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എല്ലാവരുടേതുമാകും. തന്നെ ജയിപ്പിച്ചവർക്ക് മാത്രം, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം, എൻ്റെ ആളുകൾക്ക് മാത്രം എന്ന രീതിയിൽ ഭരണത്തെ അദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സാമൂഹികമായ നീതി ഉറപ്പുവരുത്തുന്നതാവണം നല്ല ഭരണമെന്ന് UN പറയുന്നു.
അതോടൊപ്പം സുതാര്യവും ഉത്തരവാദിത്വ ബോധവുമുള്ളയാളാവണം നല്ല ഭരണാധികാരി. അയാളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പൂർവികരാവുന്ന ഖലീഫമാരൊക്കെ, പ്രത്യേകിച്ച് ഖിലാഫത്തുർ റാഷിദയിലും ആത്മീകമായി വളരെയേറെ സ്ഥാനത്തോടുകൂടെ അല്ലെങ്കിൽ താല്പര്യത്തോടുകൂടെ ഭരിച്ച പിൽക്കാലക്കാരിൽപ്പെട്ട പ്രമുഖരുമൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചത്. അവരുടെ പ്രവർത്തികളെ അവർ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട ആ നീണ്ട ഉടുപ്പിന്റെ കുപ്പായത്തിന്റെ ചരിത്രം നമുക്കറിയാം. അത് ചോദ്യം ചെയ്യാൻ പറ്റും വിധം പ്രജകൾക്ക് അവർ ധൈര്യവും കൊടുത്തു. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണമേൽക്കുന്ന വളരെയേറെ ആരൊക്കെയോ നിർബന്ധിച്ച് വലിയ മഹാന്മാരൊക്കെ സഹാബിമാരൊക്കെ നിർബന്ധിച്ച് അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് ആദ്യം നടത്തുന്ന പ്രഭാഷണത്തിൽ എൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ സംഭവിച്ചാൽ നിങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കും എന്ന് മഹാനുഭാവൻ ചോദിക്കുന്നുണ്ട്. സഹാബികളിൽ അത്ര പ്രമുഖരൊന്നും അല്ലാത്തൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് വാള് ഊരിയിട്ട് പറഞ്ഞു, എങ്കിൽ ഞങ്ങളുടെ പ്രതികരണം ഇതുകൊണ്ടായിരിക്കും. ആ സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു ദേഷ്യം പിടിച്ചോ? ഇല്ല. മഹാനുഭാവനും പറഞ്ഞു, അൽഹംദുലില്ലാ, ഇത്ര ഊർജ്ജസ്വലരായ ശ്രദ്ധാലുക്കളാകുന്ന ഒരു സമൂഹത്തെ ഭരിക്കുന്നതിൽ എനിക്കിപ്പോൾ ഒരു ധൈര്യം തോന്നുന്നു. കാരണം നോക്കാൻ ആളുണ്ട്, തിരുത്താൻ ആളുണ്ട്. അത് തിരുത്തുന്നത് സ്വീകരിക്കാൻ പറ്റുന്ന മനസ്സ് അഭിമായ നിബിധങ്ങളുടെ പാഠശാലയിൽ നിന്ന് സയ്യിദുനാ ഉമർ ഫാറൂഖ് തങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹറിന് പരിധി വെക്കണമെന്ന് മഹാനുഭാവൻ ഒരു ദിവസം പ്രസംഗിക്കുന്നു. മഹർ വർദ്ധിച്ചു വന്നു. പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാതെയായി. വീട് നിറഞ്ഞ് ചെറുപ്പക്കാരായ പുരുഷന്മാർ അങ്ങനെ നിന്നു. മഹാനുഭാവൻ പറഞ്ഞു, ഈ മഹറിനൊരു പരിധി നിശ്ചയിക്കും. പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ പുറത്തുനിന്ന് ഈ പ്രഭാഷണം കേട്ട ഒരു വൃദ്ധയാകുന്ന സ്ത്രീ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പരിശുദ്ധ ഖുർആനിൽ വലിയൊരു കൂമ്പാരം തന്നെ മഹറായി നൽകിയാലും അത് സ്ത്രീക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ എങ്ങനെ താങ്കൾ അള്ളാഹുവിൻ്റെ കിതാബിന് വിരുദ്ധമായി മഹറിന് പരിധി വെക്കുന്നത് എന്ന് ഈ സഹോദരി ചോദിക്കുന്നു. ആരായിരുന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു? ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഉമർ എന്ന പേര് കേൾക്കുമ്പോൾ ഇസ്ലാമിക കാലത്തും ഇസ്ലാമിന്റെ മുന്നേയും ജനങ്ങൾ പേടിച്ചുറക്കുമായിരുന്നു. ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ തിരുത്തിയോ? എന്നെ ചോദ്യം ചെയ്യാൻ താങ്കൾ ആരാന്ന് ചോദിച്ചോ? ഇല്ല. മഹാനുഭാവൻ വളരെ പെട്ടെന്ന് ഈ പള്ളിയിലേക്ക് തിരിച്ചു വന്നു. പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പിന്നെ ഒരുമിച്ച് കൂട്ടി. പള്ളിയിൽ നിന്ന് പ്രഭാഷണം കേട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് മഹാനുഭാവൻ ഒരൊറ്റ പ്രഖ്യാപനം നടത്തി, ആ സ്ത്രീ പറഞ്ഞതാണ് സത്യം, എനിക്ക് പിഴവ് പറ്റിയിരിക്കുന്നു. അപ്പൊ തിരുത്താൻ മാത്രം പക്വതയുള്ള അനുയായികളും തിരുത്ത് സ്വീകരിക്കാൻ നല്ല വിശാലതയുള്ള മനസ്സുള്ള ഭരണാധികാരികളുമാകുമ്പോൾ ഭരണം സുതാര്യം. നമ്മുടെയൊക്കെ നാട്ടിൽ അബദ്ധവശാൽ 2 വോട്ട് കൂടുതൽ കിട്ടിയ ഒരാൾ ജയിക്കുന്നു, പിന്നെ 5 വർഷം അയാളെ സഹിക്കുക എന്നല്ലാതെ പ്രജകൾക്ക് അല്ലെങ്കിൽ അനുയായികൾക്ക് അല്ലെങ്കിൽ ഭരണീയർക്ക് വേറൊരു മാർഗം. പ്രസിഡൻഷ്യൽ രീതിയിലൊക്കെ ഭരണാധികാരിയെയും അവരുടെ ഈ സ്ഥാനങ്ങളിലുള്ള ആളുകളെയൊക്കെ തിരിച്ചു വിളിക്കാനുള്ള ചില അവസരങ്ങളുണ്ട്. അമേരിക്കയിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. ട്രംപ് പോരാന്ന് തോന്നിയാൽ ജനങ്ങൾക്ക് ഒന്നിച്ചയാളെ തിരിച്ചു വിളിക്കാനുള്ള അതിൻ്റെ കടുത്ത നടപടിക്രമങ്ങളുണ്ട്. അത് വേറെ കാര്യം. അതിനൊക്കെ അവർ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊക്കെ അതിജയിച്ച് വേണമെങ്കിൽ തിരിച്ചു വിളിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു സാധ്യത അല്ല. 5 വർഷം സഹിക്കുക എന്നുള്ളത് മാത്രമേ മാറുള്ളൂ. അപ്പൊ സുതാര്യമായിരിക്കണം ഭരണം. അതിന്റെ സുതാര്യത സമൂഹത്തെ ബോധ്യപ്പെടുത്തേ, അതും പ്രധാനമാണ്. അതുകൊണ്ടാണ് നീണ്ട കുപ്പായം ഇട്ട് ഖുതുബ ഓതുന്ന ഉമർ ഫാറൂഖ് തങ്ങളെ എല്ലാവർക്കും നൽകിയ മുണ്ടിനേക്കാളും തുണിയേക്കാളും താങ്കൾക്ക് എങ്ങനെ കൂടുതൽ കിട്ടി എന്ന് സദസ്യർ ചോദ്യം ചെയ്യുന്നത്. തന്റെ ഭരണം സുതാര്യമാണെന്ന രീതിയിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതിന് ഞാൻ മറുപടി പറയുന്നില്ല, എൻ്റെ പ്രിയപുത്രൻ അബ്ദുള്ള പറയും എന്നും പറഞ്ഞിട്ട് അവരുടെ ശ്രദ്ധ അബ്ദുള്ളയിലേക്ക് ആകർഷിക്കുന്നത്. മഹാനുഭാവൻ എഴുന്നേറ്റുന്നു, എൻ്റെ പിതാവ് അതിൽ ഒരുവിധ അഴിമതിയും നടത്തിയിട്ടില്ലേ, എല്ലാവർക്കും കിട്ടിയതുപോലെയുള്ള ഒരു തുണിയാണ് എൻ്റെ പിതാവിനും കിട്ടിയത്. അറിയാലോ, എൻ്റെ വാപ്പ നല്ല നീളവും നല്ല ആഹാര സൗഷ്ഠമാണ്.
അപ്പോൾ ആ കിട്ടിയ തുണി കൊണ്ട് മൂപ്പരാൾക്ക് നേരാവണ്ണം ഷർട്ട് തുന്നാൻ പറ്റൂല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ അവകാശമായി കിട്ടിയ തുണി കൂടെ ഞാൻ എൻ്റെ പിതാവിന് കൊടുത്തു. അങ്ങനെ അത് രണ്ടും കൂടെ ചേർത്താണ് എൻ്റെ പിതാവ് നീളം കുപ്പായം തുന്നിച്ചത്. അല്ലാതെ നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഇത്തിരി കൂടുതലായി എൻ്റെ പിതാവ് ഒന്നും ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തിട്ടില്ലെന്ന് ആ മഹാനുഭാവൻ പ്രഖ്യാപിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്, 11 വർഷത്തിനിടക്ക് അല്ലെങ്കിൽ 10 വർഷമാകുന്നതിനിടക്ക് 5000 ചില്ലാനം കോടി രൂപയ്ക്ക് ഡ്രസ്സും മേക്കപ്പും അതേ പ്രകാരം തന്നെ പ്രകീർത്തിക്കാനുള്ള സംവിധാനങ്ങളും പരസ്യങ്ങളും ചെയ്ത ഭരണാധികാരികളൊക്കെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. പേനയ്ക്ക് 1.5 ലക്ഷം, കണ്ണടക്ക് 10.5 ലക്ഷം. പിന്നെ ഒരു ഡ്രസ്സ് അതിന് 25,000 30,000 ഒക്കെ വില വരും. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കൂല. ഇതൊക്കെയും ഈ പൊതുസമൂഹത്തിന്റെ നികുതിപ്പടത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു നീതിബോധം അല്ലെങ്കിൽ മതം യഥാവിധി മനസ്സിലാക്കി ഭരണം നടത്തുന്നവരുടെ നീതി നിർവഹണത്തിന്റെ ചരിത്രം നമ്മൾ ആവർത്തിക്കേണ്ടത്. ശമ്പളം വാങ്ങാതെയാണ് അവിടുന്ന് പ്രവർത്തിച്ചത്. തലയണ പോലും ഉപയോഗിച്ചില്ല. മണല് കൂട്ടി വെക്കും, അതിങ്ങനെ സൈസാക്കിയിട്ട് അതിൽ കിടന്നുറങ്ങും. സഭയുടെ നേതൃത്വത്തിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് തലയണ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ശമ്പളം എടുക്കാൻ അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കാനും അത് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ട മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ സഹാബിവര്യന്മാർ അത് ചുമതലപ്പെടുത്തി. ഉമർ ഫാറൂഖ് തങ്ങൾ പോലും ബഹുമാനിക്കേണ്ടവരാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ പെടുന്നു. അവർ പോയി പറയുന്ന രംഗമൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ മുന്നേ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒരു യാത്ര തുടങ്ങിയതാണ്. അവരൊക്കെ അവരുടെ ലക്ഷ്യസ്ഥാനം നേടിക്കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നായകർ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സ്വീകരിക്കാത്ത ഒരു ഭൗതികമായ സംവിധാനങ്ങളും എനിക്ക് ആവശ്യമില്ല. മോളെ, ആരാ ഈ തലയണ നിർമ്മിച്ച് എനിക്ക് നൽകാമെന്നും പറഞ്ഞിട്ട് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നാണ് ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നത്. തലയണ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വാഷബിളായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും സ്മൂത്തായൊരു സാധനം എന്നൊന്നും വിചാരിക്കരുത്. ഈത്തപ്പന ഓലകൾ കീറി ചെറുതാക്കി അതൊരു മുണ്ടലിട്ട് കൂട്ടിക്കെട്ടിയിട്ട് മുകൾ ഭാഗം അമർത്തി വെക്കുന്നതാണ് അവർ ഓഫർ ചെയ്ത തലയണ. അതുപോലെ സ്വീകരിക്കാതെ ബൈത്തുൽ മാലിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ളൊരു സാധനം പോലും ആനുകൂല്യം പോലും എനിക്ക് വേണ്ടെന്ന് തീരുമാനിച്ച് മണല് കൂട്ടി വെച്ച് അതിൽ മനോഹരമായി കടന്നുറങ്ങിയ ഭരണാധികാരി. പ്രിയപ്പെട്ട പുത്രൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ 2 ചുമലിലും കൈവച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒരു പറഞ്ഞൊരു ഹദീസ് ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് ഓതി കൊടുത്തു സയ്യിദന ഉമർ ഫാറൂഖ് തങ്ങൾ. നീ അത് പെട്ടെന്ന് മറന്നുപോയോ എന്ന് ചോദിച്ചു. കും ഫി ദുനിയ കഅന്നക ഗരീബ വഅബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ജീവിക്കണം, യാത്രികനെ പോലെ. അല്ലെങ്കിൽ അതിനപ്പുറം ഇവിടെ സ്ഥിരവാസം എന്ന് വിചാരിച്ചു പോകരുത്. യാത്രാമധ്യേ ഇത്തിരി നേരം വിശ്രമിക്കാൻ കയറിയതാണ് ഈ ദുനിയാവിൽ. നമ്മൾ പോവുകയാണ് പരലോകത്തേക്കുള്ള യാത്ര. അതിനിടയ്ക്ക് എന്തിനാണ് ഇത്തരം ആഡംബരങ്ങൾ എന്ന് ചോദിക്കുന്നു. ഇത് റസൂലിന്റെ പാഠശാലയിൽ നിന്ന് പഠിച്ചതാണ്. ഉച്ചയുടെ മുമ്പ് രാത്രിയൊക്കെ ധാരാളം നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും വിശേഷിച്ചും സുന്നത്തുള്ള കൈലൂലത്തുറക്കം ഉറങ്ങാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേർത്തിട്ടുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങൾ എന്തോ ഒരാവശ്യത്തിന് റൂമിലേക്ക് കയറി ചെന്നു. അദ്ദേഹം അങ്ങനെ പരതി ഒരു ഈത്തപ്പന മെട്ടൽ വെട്ടിയിട്ട് അതിൽ കിടന്നുറങ്ങാണ് റസൂലുള്ളാഹി തങ്ങൾ. അവിടുത്തെ ശരീരമാസകലമായി ഈത്തപ്പനയുടെ ഈർക്കിളിന്റെ അടയാളവും പാടും വന്നിട്ടുണ്ട്. ഒരു ചെറിയ തോൽപാത്രത്തിൽ ഇത്തിരി പാനജലം, കുടിക്കാൻ പറ്റുന്ന വെള്ളമുണ്ട് അവിടെ. പിന്നെ തോല് ഉറക്കിടാൻ ഉപയോഗിക്കുന്ന രൂക്ഷ ഗുണമുള്ള കുറച്ച് ഇലകളുണ്ട്. മറ്റൊരു സാധനം ആ റൂമിലില്ലായിരുന്നു. ഉമർ ഫാറൂഖ് തങ്ങളുടെ തേങ്ങൽ കേട്ടിട്ടാണ് മുത്ത് റസൂൽ എഴുന്നേൽക്കുന്നത്. എന്തേ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കിസ്റയും കൈസറും ഒക്കെ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളിലും ആഡംബരങ്ങളിലും ജീവിക്കുമ്പോൾ ലോകത്തിന്റെ നായകർ അങ്ങ് ഇത്രമേൽ കഷ്ടപ്പെട്ടുള്ള ഈ ഒരു ജീവിതം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലോരോട് വിശദീകരിക്കുമ്പോൾ മുത്ത് റസൂൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഏത് ഭരണാധികാരിയും ഏത് മനുഷ്യനും സ്വയം വിമലീകരിക്കാൻ പറ്റുന്ന ഉതകുന്ന വളരെ മനോഹരമായ മറുപടി.
അമാ തർലായ ഉമർ, അങ്ങേക്ക് ഇഷ്ടമല്ലേ ഉമർ? അവരുടെയൊക്കെ ലോകം ഈ ഒരു ദുന്യാവിൽ ആഡംബരത്തോടുകൂടെ തീർന്നു പോകുന്നതും അങ്ങേക്ക് അങ്ങയുടെ ആദർശം വെച്ച് പുലർത്തുന്നവർക്ക് മരണാനന്തരം അനന്തമായ ലോകത്ത് എല്ലാ സന്തോഷവും എല്ലാവിധ ആനന്ദങ്ങളും ലഭ്യമാകുന്നതും ഈ നൈമിഷികമായ ലോകത്തുള്ള സന്തോഷം അവർക്കുള്ളൂ. അതുകൊണ്ട് ഇതിലൊന്നും ഖിന്നനാവരുത് എന്ന് അള്ളാന്റെ റസൂലിന്റെ പാഠശാലയിൽ നിന്ന് അഭ്യസിച്ചു വന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് പ്രിയപ്പെട്ട മോളോട് പറയുന്നത്. എന്തേ ഇത്ര അധികാരത്തിനും ഇത്ര വലിയ അലങ്കാരത്തിനൊക്കെ സൗകര്യം ഉണ്ടായിട്ടും ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇത്രമേൽ ആർദ്രനായത്? ഐക്യരാഷ്ട്രസഭ അത് പറയുന്നുണ്ട്. സുതാര്യത വേണം ഭരണത്തിൽ, ഉത്തരവാദിത്വ ബോധം വേണം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങനെയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ അങ്ങനെയാണ്. നമ്മള് ഉമറുൽ ഫാറൂഖ് തങ്ങളെ വല്ലാതെ ഉദ്ധരിക്കാറുണ്ടെന്ന് മാത്രം. ചുറ്റി സഞ്ചരിക്കുന്നു, നേരം വെളുക്കുവോളം തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചു. ഏതോ ഒരു പരദേശിയുടെ ഭാര്യയുടെ പ്രസവമെടുക്കാൻ മക്കയുടെ ചക്രവർത്തി ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭാര്യ സൂതികർമ്മിണിയായിട്ട് വരുന്നു. അറിയണില്ല അവർ രണ്ടുപേരും, ഭാര്യ അറിയുന്നില്ല, ഈ ഭർത്താവാകുന്ന പരദേശിയും അറിയുന്നില്ല. വിഷമിച്ച് നിൽക്കുന്ന ഒരാളെ കാണുകയാണ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ ടെന്റിനകത്ത് എൻ്റെ ഭാര്യ ഉണ്ട്, അവൾക്ക് പ്രസവം അടുത്തായിട്ടുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. വിഷമിക്കാതിരിക്കും സഹോദരൻ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കൂട്ടി വരികയാണ്. ആ സ്ത്രീ ടെന്റിൽ കയറിയിട്ട് പ്രസവത്തിന്റെ പരിചരണങ്ങളൊക്കെ നടത്തുക. പെട്ടെന്നൊരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. ആ സ്ത്രീ ഉറക്കെ വിളിച്ചു പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ സഹോദരൻ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഈ മനുഷ്യൻ ചാടി എഴുന്നേൽക്കുന്നത്. മുമ്പിലിരിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. കൂടെ വന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. വിദേശിക്കൊക്കെ പരിഗണന കൊടുക്കാത്ത കുറേ നാടുകളുണ്ട്. ഇപ്പോഴും കറുത്ത മനുഷ്യന്മാർ യൂറോപ്പ് എല്ലാ പരിഷ്കരണത്തിന്റെയും കൊടുമുടിയിലാന്നൊക്കെ അവകാശപ്പെടുമെങ്കിലും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊറുതികെട്ട് സമരം ചെയ്യുന്നുണ്ട്. ഒരു പാവപ്പെട്ട കറുത്ത മനുഷ്യന്റെ കഴുത്തില് മുട്ടുകാൽ അമർത്തി വെച്ച് പട്ടാളക്കാരൻ കൊന്നതിന്റെ പിറകെ ലോകം മാസകലം ആഞ്ഞടിച്ച ഈ കറുത്ത ആളുകൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ള വലിയ മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകന്മാരായവർ പോലും കറുത്തു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് ഇപ്പോഴും നിലവിലുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഭാഗികമായ ഹർത്താലുണ്ടായിരുന്നു. എന്തിന്? ആ ഒരു ചെറുപ്പക്കാരന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട്. എന്തായിരുന്നു പ്രശ്നം? ഇപ്പോഴും ജാതീയത പറഞ്ഞിട്ട് ആക്ഷേപിച്ചത് നിരന്തരമായി ആ വിദ്യാർത്ഥിയുടെ നിറത്തിനെ കുറിച്ച് പരിഹസിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പരദേശിയാകുന്ന ഒരു മനുഷ്യന്റെ ഭാര്യക്ക് സൂതികർമ്മിണിയായി സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് ലോകചരിത്രത്തിൽ ഉജ്ജ്വലമായി ജനിച്ചു നിൽക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഐക്യരാഷ്ട്രസഭ പറയുന്ന സുതാര്യതയുടെ ഏറ്റവും പ്രായോഗികമായ വളരെ ജൈവികമായ നിർവഹണമാണ് നമ്മൾ ഇസ്ലാമിക ഖലീഫമാരിൽ കാണുന്നത്. ധാർമ്മികമായും ഏറ്റവും ഉന്നതിയിൽ നിൽക്കണം. ഇതാണ് ഐക്യരാഷ്ട്രസഭ അഞ്ചാമതായി പറയുന്നത്. ആറാമതായി മനുഷ്യാവകാശ സംരക്ഷണം നടത്തണം. മനുഷ്യന് വേണ്ടിയാണല്ലോ ഭരണം. അപ്പൊ മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിക്കണം. അപ്പോഴും ഭേദങ്ങൾ ഉണ്ടാവരുത്. എന്റെ പാർട്ടി അല്ലാന്ന് തോന്നരുത്, അല്ലെങ്കിൽ എന്റെ പാർട്ടി തീരെ ജയിക്കാത്ത നാടാണ്, അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട GST ഒന്നും ഫുള്ളായിട്ട് കൊടുക്കണ്ട എന്ന് വിചാരിക്കരുത്. നിങ്ങൾ നമ്മളെ ജയിപ്പിക്കി, എന്നാൽ ഈ കോർപ്പറേഷൻ ഞങ്ങൾ സ്വർഗാക്കുന്ന വാഗ്ദാനം കൊടുക്കരുത്. അതേതെങ്കിലും പ്രാദേശിക ആളുകൾക്കൊക്കെ പറ്റും. പക്ഷെ ഒരു പൊതു ഭരണാധികാരിയാവുമ്പോൾ എൻ്റെ പാർട്ടിനെ നിങ്ങൾ ഇവിടെ ജയിപ്പിച്ചാൽ ഈ നാട് ഞാൻ സ്വർഗാക്കി കാണിച്ചു തരാന്ന് പറയുന്നത് അല്പത്താണ്. നിലകൊള്ളുന്ന സ്ഥാനത്തോടും ഏറ്റെടുത്ത അധികാരത്തോടുമുള്ള കൃത്യമായ വഞ്ചനയാണത്. അത് പാടില്ലെന്ന് മതം പറയുന്നു. അതിനപ്പുറം മതത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചൊറിച്ചിൽ വരുന്ന ആളുകൾക്ക് ഐക്യരാഷ്ട്രസഭ തന്നെ അത് പ്രഖ്യാപിക്കുന്നു. വിഭവങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുക എന്നതാണ് മറ്റൊരു സംഗതി. വിഭവങ്ങൾ ഒരിടത്ത് ധാരാളം ഗോതമ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക, മറുവശത്ത് പട്ടിണി കൊണ്ട് മനുഷ്യന്മാർ മരണപ്പെടുക. ഇത് സംഭവിക്കരുത്. ഒരു ഭാഗത്ത് നന്നായിട്ട് ജലം, അവർ സുഭിക്ഷതയിൽ ആറാടിക്കൊണ്ടിരിക്കുക,
മറ്റിടങ്ങളിൽ തൊണ്ട വരണ്ടിട്ട് കുഞ്ഞുങ്ങളും വൃദ്ധരും മരിച്ചുകൊണ്ടിരിക്കുക. ഇത് സംഭവിക്കരുത്. വികസനം മൊത്തം തന്റെ മണ്ഡലത്തിൽ എന്ന് മന്ത്രി വിചാരിക്കരുത്. ഗവൺമെന്റിന്റെ ഫണ്ട് ചെലവഴിക്കേണ്ടത് മുഴുവൻ എൻ്റെ മണ്ഡലത്തിൽ എന്ന് വിചാരിക്കരുത്. അങ്ങനെ നേരം വെളുത്തിട്ട് നമ്മളൊക്കെ തെക്കൊക്കെ പോയാൽ കാണാം, നേരം വെളുക്കോളം കണ്ടക്ടറും ഡ്രൈവറും 1-1.5 ആളുകളുമായിട്ട് ഇങ്ങനെ KSRTC പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചില സ്ഥലങ്ങളിലോ കാത്തു മണിക്കൂറുകൾ നിന്നാലും ഒരു ബസ് വരാതിരിക്കുന്നു. ഇത് അസമത്വമാണ്. ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. എൻ്റെ പാർട്ടി ഭരിക്കുന്ന ആളാണോ, എൻ്റെ MLA ജയിച്ച മണ്ഡലമാണോ എന്നല്ല വിചാരിക്കേണ്ടത്. കൃത്യമായ രീതിയിൽ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തണം. അത് മാനവികമായ പരിഗണനയോടുകൂടെ ആവുകയും വേണം. അതോടൊപ്പം ഈ ഭരണവും ഈ ജനങ്ങളും നമ്മളാളും ഒരു തട്ടാനും എൻ്റെ ഭർത്താവും തട്ടാനും ഈ ഒരു ചിന്ത പാടില്ല. ഭാവിക്ക് കരുതൽ വേണം. വളരെ പ്രധാനമാണ്. നമ്മൾ മൊത്തം വിഭവങ്ങൾ ഉപയോഗിച്ചു, പാറ മൊത്തം പൊട്ടിച്ചു, നമ്മളെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒന്നിച്ച് സ്വരൂകൂട്ടിക്കൊണ്ടേയിരുന്നു. ഒരു 10-100 പേര് വിചാരിച്ചാൽ ഇന്ത്യയെ മൊത്തം വാങ്ങാൻ പറ്റുമവർക്ക്. അത്രമേൽ ധനം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ മഹാ കോർപ്പറേറ്റുകൾക്ക് വലിയ കോടാനക്കോടികൾ ലോൺ എടുക്കാൻ വേണ്ടി ആദ്യം ഗവൺമെന്റിന്റെ പിന്തുണ വരുന്നു. പിന്നീട് അവർ ആ ലോണൊന്നും അടക്കണ്ടെന്നും പറഞ്ഞിട്ട് എഴുതി തള്ളുന്നു. കുറെ ബാങ്കുകളുണ്ട് കിട്ടാക്കടം കൊണ്ട് നശിച്ചു പോയത്. നെടുങ്കാടി ബാങ്ക് വലിയ ഉഷാറിൽ വന്നൊരു ബാങ്കായിരുന്നു, കിട്ടാക്കടം കൊണ്ട് നശിച്ചു. വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് കോടാനക്കോടികൾ വായ്പ നൽകും, നിസ്സാരമായ പലിശയൊക്കെ വെച്ചിട്ട്. പലിശ വാങ്ങണ വേണ്ടെന്നുള്ളതൊന്നുമല്ല കേട്ടോ നമ്മുടെ ചർച്ച. നിലവിലുള്ളൊരു അവസ്ഥ പറയാം. അത് വർഷങ്ങളെടുക്കും, ഒന്നും അടക്കൂല അവർ. അത് കൂടി വരും നിയമമനുസരിച്ച്. പക്ഷെ ഗവൺമെന്റ് ഒരൊറ്റ പ്രഖ്യാപനം നടത്തും, അത് മൊത്തം എഴുതി തള്ളും. അങ്ങനെ ചില അസമത്വങ്ങളുണ്ട് ഇവിടെ. നേരെ വെച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ ഒരു 3 സെന്റ് വീട്ടിൽ ഒരു 900 സ്ക്വയർ ഫീറ്റ് വീടെടുക്കാൻ വേണ്ടി ഒരു 15 ലക്ഷം അയാളുടെ വസ്തുവിന്റെ ആധാരം പണയപ്പെടുത്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളെയും അയാളുടെ കുടുംബത്തെയും വഴിയാധാരമാക്കി ആറ്റുനോറ്റുണ്ടാക്കിയ വീടും ആ വസ്തുവും ഗവൺമെന്റ് പിടിച്ച് കൊണ്ടുപോയി ലേലത്തിന് വെച്ച് അവരുടെ പൈസ ചില്ലിക്കാശില്ലാതെ വസൂലാക്കിയിട്ടുണ്ടാവും. പുറമെ 5-6 ഇരട്ടി അടച്ചു കൊടുത്താലും അത് തീരാതെ ബാക്കിയുണ്ടാവും. വലിയ വലിയ കോർപ്പറേറ്റുകൾ എന്തുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് നല്ല ഫണ്ട് തരുന്നുണ്ട്, അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഊച്ചാളിനെ കൊണ്ട് എന്ത് കാര്യം? അവന്റെ വന്ന ജീവിതവും അവന്റെ ഈ വൃത്തികെട്ട ഡ്രസ്സും അവന്റെ പശ്ചാത്തലവും വലിയ ആളുകളൊന്നും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ടാർപോളിയും വെച്ച് മറക്കാം. ഇതാണ് അസമത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമം. അപ്പൊ വാരി കൂട്ടിക്കൊണ്ടിരിക്കുക, ഇന്ത്യയെ വാങ്ങാൻ മാത്രം. പാവപ്പെട്ട ആളുകളാ ഇപ്പോഴും ടോയ്ലറ്റ് ഇല്ലാത്ത ആളുകൾ പകുതിയോളം വരും. നേരാവണ്ണം ഭക്ഷണമില്ലാത്തവർ. നമ്മുടെ ഈ നാട് വളരെ പാവപ്പെട്ട നാടുകളെക്കാളും വളരെ വേക്കിലാണ്. അത് പല വിഷയത്തിലും. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പാകിസ്ഥാനെക്കാട്ടിൽ വേക്കിലാണ്. നമുക്കൊരു താല്പര്യമില്ലാത്ത നാടാണ് ഈ പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ വേക്കിലാണ്. നമ്മുടെ രൂപയ്ക്ക് മൂല്യം കുറഞ്ഞു വന്ന് അമേരിക്കയൊക്കെ അടിച്ച് നിരത്തി മൊത്തം കടിച്ച് ഈമ്പിയിട്ട ചില നാടുകളുണ്ട്, അതിനേക്കാളും കുറവാണ്. അപ്പോ ഭാവി തലമുറയോടുകൂടെയുള്ള ഉത്തരവാദിത്വം കൂടെ നമ്മൾ നിർവഹിക്കണം. സുരക്ഷയും സമാധാനവും നാട്ടിലുണ്ടാവണം. ഈ ഭരണം ഏറ്റെടുക്കുന്നയാൾ വ്യക്തിപരമായി നല്ല ത്യാഗത്തിന് സന്നദ്ധനാവണം. തൻ്റെ കാര്യങ്ങളൊക്കെ റെഡി, തൻ്റെ ആശ്രിതരുടെ കാര്യങ്ങളും റെഡി, ബാക്കിയുള്ളത് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റില്ല. ഞാനീ പറഞ്ഞ 10 പോയിന്റും ഐക്യരാഷ്ട്രസഭയുടെ വിവിധ റിപ്പോർട്ടുകളിൽ വരുന്നതാണ്. അതിൻ്റെ മൊത്തം സ്രോതസ് എൻ്റെ മുമ്പിലുണ്ട്. ഓരോന്ന് വായിച്ച് ഞാൻ സമയമെടുക്കുന്നില്ല. ഇനി ഇസ്ലാമിലേക്ക് വരാം. നേരത്തെ ബഹുമാന്യരാവുന്ന മുജീബ് സാർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഭരണത്തിന്റെ അടിസ്ഥാനം വിശദീകരിക്കുന്ന കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്ന ഹദീസ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടവരാണ്. എല്ലാവരും അവരവരുടെ മേഖലകളിൽ അധികാരമുള്ളവരാണ്. റാഇൻ ഇടയന്മാരാണ്. വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി അവരുടെ
കീഴിലുള്ളവരെ കുറിച്ച് അവർ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നവരുമാകുന്നു. ഇത് വെച്ചാവണം അധികാരത്തിന്റെ കളികളൊക്കെ നടത്താൻ. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയാവും എന്നുള്ളത് മാത്രമല്ല, ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആവുക എന്നതുമല്ല, ജില്ലയുടെ ഭരണാധികാരിയാവുക എന്നുള്ളതുമല്ല. ഓരോരുത്തരും ഭരണാധികാരികളാണ് അവരവരുടെ മേഖലയിൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിന്റെ ഭരണാധികാരി അവരാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടിന്റെ മഹാരാജ്ഞി അവരാണ്. ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളുടെ തന്റെ ക്ലാസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഉത്തരവാദിത്വ ബോധം പാലിക്കേണ്ട ആളാണ്. നേരെ മറിച്ച് ഒരു പ്രധാന അധ്യാപകനും അയാൾക്ക് ഒരു ക്ലാസിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, എല്ലാ അധ്യാപകരെയും നേരാവണ്ണം ആ സ്ഥാനത്ത് ഇരുത്തേണ്ടവരും പരിഗണിക്കേണ്ടവരും അവരുടെ കാര്യങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവരും ആ സ്കൂളിന്റെ ആ സകലം പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കേണ്ട ആളാണ്. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ നാട്ടിലെ SYSന്റെ സെക്രട്ടറിയായി പ്രസിഡന്റായി അയാൾ അവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. കൃത്യമായി സർക്കുലർ നടപ്പാക്കലിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അദ്ദേഹത്തിന്റെ അലസത കാരണം ദീനീ പ്രവർത്തനത്തിന് എന്തെങ്കിലും ക്ഷതം വന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മെഡിക്കൽ കാർഡ് പോലെയുള്ള കുറെ സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. ആ വിഷയത്തിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സ്വജനപക്ഷപാതം നടത്തിയാൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. ഇതൊക്കെ സിമ്പിളാന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ കാണാറില്ല, നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് ഐക്യപ്പെട്ട ഒരു തീരുമാനം എടുക്കും, ശമ്പളം കൂട്ടണം എന്നുള്ളത്. അതിലെല്ലാവരും ഏകകണ്ഠേന തീരുമാനം ഉണ്ടാവും. ഒരു തർക്കം ഉണ്ടാവില്ല, ഗൗരവം ഉണ്ടാവില്ല, വാക്കൗട്ട് ഉണ്ടാവില്ല, ഒന്നും. പിന്നെ എല്ലാവരും ഒന്നിച്ച് തീരുമാനിക്കും ശമ്പളം കൂട്ടുക. അങ്ങനെ കൂട്ടി 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 വളരെയേറെ ശമ്പളമൊക്കെ എത്തും. ഞാൻ പറഞ്ഞു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ശമ്പളം സ്വീകരിക്കാതെ വീടിനകം പട്ടിണിയായി പോയി. അപ്പോഴാണ് പ്രമുഖരായ ചില ആളുകൾ സഹാബിവര്യന്മാർ യോഗം ചേരുന്നതും ശമ്പളം എടുക്കാൻ വേണ്ടി മഹാനുഭാവനോട് നിർദ്ദേശിക്കാൻ. അതിനുപോലും അവർക്കൊരു ആശങ്ക ഉള്ളത് കൊണ്ടാണ് മകളെ കൊണ്ട് ആ കാര്യം പറയിപ്പിക്കുന്നത്. അപ്പൊ തന്റെ സൗകര്യം, തന്റെ ആഡംബരം, തന്റെ സംവിധാനം, ഭരണാധികാരിയാകുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ എടുത്തുകൂടാന്നല്ല ഞാൻ പറയണത്. അതിനപ്പുറത്തേക്ക് ആഘോഷത്തിലേക്ക് എത്തുന്നത് തീർത്തും നിരുത്തരവാദിത്തപരമാണ്. അപ്പൊ ഓരോരുത്തരോടും അവരുടെ അധികാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യും. പരിശുദ്ധ ഇസ്ലാം ഈ അധികാരത്തെ ഒരു അമാനത്തായിട്ടാണ് കാണുന്നത്, ഒരു വിശ്വസ്തത. സമൂഹം അത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് നിർവഹിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. മഹാനായ ഇമാം മുസ്ലിം കിതാബുൽ ഇമാറയിൽ ഹദീസ് നമ്പർ 1825 ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം, ഇന്നഹാ അമാനത്തുൻ വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസിയും വനദാമത്തുൻ. അധികാരം അമാനത്തുൻ, അതൊരു ഉത്തരവാദിത്തമാണ്. ഖിയാമത്ത് നാളിൽ നേരാവണ്ണം അത് നിർവഹിക്കണില്ലെങ്കിൽ ഖിസിയും വനദാമത്തുൻ, ദുഃഖവും സങ്കടവുമായിരിക്കും. ആ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധു മെമ്പറായിട്ട്, ഒരു പൊതു സമൂഹത്തിൽപ്പെട്ട ഒരു മെമ്പറായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് അവിടെ വെച്ച് വിചാരിക്കും. എന്തൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നു അതേക്കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോകുന്ന 10 പേരുടെ നോട്ടീസ് പുറത്തിറക്കിയപ്പോൾ അതിൽ സ്ഥാനം കിട്ടിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് സ്വർഗത്തിലേക്ക് ഞരങ്ങി പോകുന്നത് ഞാൻ കണ്ടുവന്ന് അഭിമാനവിധങ്ങൾ പറയണത്. സ്വർഗത്തിലെത്തും മൂപ്പരാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്തുകൊണ്ട്? അത്രമേൽ കാര്യങ്ങളുടെ കണക്കെടുക്കാനുണ്ട്. അതന്നെ, അത്രക്ക് സമ്പത്തുണ്ടായിരുന്നു. മരണപ്പെടുന്ന സമയത്ത് തന്റെ ഒരു ഭാര്യക്ക് സ്വർണത്തിന്റെ വിഹിതമായി 80,000 ചില്ലാനം കിട്ടിയെന്ന് ചരിത്രം. 4 ഭാര്യമാരുണ്ടായിരുന്നു. 8-1 4-1 80,000. നമ്മൾ മനസ്സിലാക്കുക. ഭാര്യമാർക്ക് കിട്ടുന്ന മൊത്തം വിഹിതത്തിൽ 4 പേർ ഓഹരി ചേർന്നിട്ട് ഒരാൾക്ക് 80,000 വീതം. അത്രക്ക് സമ്പത്തുണ്ടായിരുന്നു. തൊട്ടതെല്ലാം പൊന്നായിരുന്നു. ഞാൻ പാറ പൊക്കിയാൽ സ്വർണം കിട്ടും, ഞാനൊരു ഈ ഉയർന്ന ഏതെങ്കിലും സ്ഥലത്ത് തപ്പി നോക്കിയാൽ സ്വർണം കിട്ടും എന്നൊക്കെ മാൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ സ്വർണം വെച്ചിരിക്കുന്നല്ല, തൊട്ടതെല്ലാം പൊന്നായി മാറി. അതുകൊണ്ട് വമ്പിച്ച സമ്പന്നനായി. ഇതിൻ്റെയൊക്കെ കണക്കെടുക്കണ്ടേ? സ്വാഭാവികമായിട്ടും മാശറയിൽ ഇതിൻ്റെയൊക്കെ കണക്ക് ബോധിപ്പിച്ച് വരുമ്പോഴേക്ക് ക്ഷീണിതനാവൂലേ?
അപ്പൊ തന്റെ അധികാരത്തെക്കുറിച്ച് കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ചോദ്യം ഉണ്ടാവും. നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ ശീലങ്ങൾ പഠിപ്പിക്കണം. അവർ വൃത്തികെട്ട് പോയിട്ടുണ്ടെങ്കിൽ ചോദ്യം ഉണ്ടാകും. മയക്കുമരുന്നിന്റെ ഒക്കെ പിടുത്തത്തിലേക്ക് മോൻ പോകുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കണം. കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരമ്മയെ മകൻ കഴുത്തറുത്ത് കൊന്നത്. നിസ്സങ്കോചം കത്തിയും പിടിച്ചിട്ട് പെങ്ങളെ വിളിച്ചിട്ട് ഞാൻ അമ്മനെ കൊന്നോട്ടോ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. മനസ്സിനൊരു പതർച്ചയില്ല. അയൽവാസിയുടെ സ്കൂട്ടി എടുത്തിട്ട് അവനെ മുന്നിലിരുത്തി ബാക്കിൽ കത്തിയും പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നുണ്ട്. പോണ സമയത്ത് കണ്ട ആളുകളോടൊക്കെ അച്ഛനെ കൂടെ കൊല്ലണമായിരുന്നു, ചാൻസ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഹൃദയം ഇങ്ങനെ കരിങ്കല്ലായി മാറുന്നത്? എങ്ങനെയാണൊരു മകന്റെ ആറ്റുനോറ്റ് വളർത്തിയൊരു മോന്റെ ഹൃദയം ഇത്രമേൽ വൃത്തികെട്ട ചിന്തകൾ കൊണ്ട് മലിനമാകുന്നത്? നമ്മുടെ മക്കൾ മയക്കുമരുന്നിന്റെയും അധർമ്മത്തിന്റെയും ലോകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 10 വരെ മദ്രസ പഠിച്ചില്ലായിരുന്നു, 4-5 കൊല്ലം ദർസിൽ വിട്ടില്ലായിരുന്നു. ഇതൊന്നും നമ്മുടെ അലസതയ്ക്ക് ന്യായമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കുല്ലുഹും മസ്ഊലുൻ അൻ റഇയത്തിഹി, ഈ അമാനത്താകുന്ന വളരെയേറെ ബാധ്യതപ്പെട്ട ഈ ഒരു സംഗതിയെ കുറിച്ച് കൃത്യമായി വിലയിരുത്തുന്നില്ലെങ്കിൽ, വേണ്ട വിധം അത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസിയുൻ വനദാമത്തുൻ, ഖിയാമത്ത് നാളിൽ അത് സങ്കടകരമായി തീരും, വലിയ ഖേദത്തിന് കാരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഭരണാധികാരിയും ചോദ്യം ചെയ്യും. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സഹീഹിൽ 893 ഹദീസായിട്ടും ഇമാം മുസ്ലിം തങ്ങൾ 1829 ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാകും. ഭരണാധികാരിയെ കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ അബ്ദിൻ ഇസ്തറഅഹു അല്ലാഹു റഅയത്തൻ, കുറെ ആളുകളുടെ അധികാരം ഒരാളെ അള്ളാഹു ഏൽപ്പിച്ചു, എന്നാലോ ഇദ്ദേഹം അവർക്ക് ഗുണകാംക്ഷയോടുകൂടെ പ്രവർത്തനം നടത്തിയില്ല. ഇല്ലാലം യജിദ് റായിഹത്തൽ ജന്നത്തി, സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭ്യാവൂല, സ്വർഗത്തിന്റെ വാസന പോലും അവന് കിട്ടൂല. വേറെ ചില ഹദീസിൽ ഇത്തരം ചില സംഗതികൾ പറയുന്നിടത്ത് കാണാം, ഇന്ന റീഹഹ, ആ സ്വർഗത്തിന്റെ സ്മെല്ല് അത് കാതങ്ങൾക്കപ്പുറം അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. അത്ര അടുത്ത് പോലും സ്വർഗത്തിന്റെ അടുത്ത് അവനെ കൊണ്ടുപോകില്ല. എന്താ കാര്യം? അള്ളാഹു അധികാരം കൊടുത്തു, ഒരു ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനാക്കി മാറ്റി. ആ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ട വിധം ശ്രദ്ധ വെച്ചില്ല, അവർ പഠിച്ചോ നോക്കിയില്ല, അവരുടെ അച്ചടക്കവും ധാർമ്മികതയും ശ്രദ്ധിച്ചില്ല. അവർക്കിടയിൽ തന്നെയും പക്ഷപാതം കാണിച്ചു. പഠിക്കുന്ന കുട്ടിക്ക് ഭയങ്കരമായ ഹൈപ്പ് കൊടുത്തു. പഠിക്കാത്ത കുട്ടിയെ കുറച്ചുകൂടെ നമ്മൾ ടീച്ച് ചെയ്തിട്ട് മേലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചില്ല. അവനെ കറുത്തോനെന്ന് പറഞ്ഞു. നിന്നെ പോലുള്ള ആളുകളൊന്നും ഡോക്ടർ ആവണ്ടോനല്ല എന്ന് ആക്ഷേപിച്ചു. ക്ലാസ്സിൽ തന്നെ 2 വിഭാഗത്തെ സൃഷ്ടിച്ചു. 1-ാം തരം പൗരന്മാരും 2-ാം തരം പൗരന്മാരും. പഠിക്കണവര് വേറെ, പഠിക്കാത്തവര് വേറെ. ഞാനൊരു വലിയ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് SSLCയുടെ മുന്നോടിയായിട്ടൊരു ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ കുറേ ആൺകുട്ടികൾ എന്നെ കൊണ്ട് വളഞ്ഞു പൊതിഞ്ഞു. ശരിക്കും ഒരു ഗൗരവ വേണം. അവരെന്നോട് പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ, ഉസ്താദ് വിചാരിച്ചാൽ നടക്കുന്നു തോന്നുന്നു. ഞങ്ങളൊക്കെ ക്ലാസ് റൂമിലുള്ള ഒരു പ്രശ്നം, പഠിക്കണവര് പഠിക്കാത്തവര് 2 ഗ്രൂപ്പാക്കി സാറന്മാര് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും ഭീഷണിപ്പെടുത്തും, എടാ അത് ചെയ്യണില്ലേ, എന്നാ ഞാൻ മറ്റേ ഗ്രൂപ്പിൽ ഇരുത്തുന്നു. അതൊരു പുറമ്പോക്ക്. ചോദ്യം ചെയ്യപ്പെടും, 1 ഇഞ്ച് നീങ്ങാൻ ആഖിറത്തിൽ സാധ്യമല്ലാതെ വരും. എന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ എന്നെ വട്ടളഞ്ഞ കാര്യം പറയണം എങ്കിൽ അവർ എത്രമേൽ വിഷമവും ബുദ്ധിമുട്ടും അതുകൊണ്ട് അനുഭവിക്കുന്നുണ്ടാകും. എനിക്ക് ചെയ്യാൻ പറ്റും വിധം ഇംഗ്ലീഷ് മീഡിയത്തിലെ സദർസ്ഥാദിനെയും അപ്രകാരം പ്രിൻസിപ്പാളൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ജനങ്ങളെ വഞ്ചിക്കുക, അത് ചെറിയ അധികാരത്തിലാണെങ്കിൽ പോലും, സ്കൂളിലെ അല്ലെങ്കിൽ മദ്രസിലെ ക്ലാസ്സിലാണെങ്കിൽ പോലും, ഒരു ഭാഗത്ത് വഞ്ചിക്കുന്നു, വേറൊരു ഭാഗത്തിന് വല്ലാതെ സപ്പോർട്ട് കൊടുക്കുന്നു. ലം യജിദ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ സ്മെല്ല് അവർക്ക് കിട്ടൂല. ഇമാം ബുഖാരി തങ്ങൾ സഹീഹിൽ 7150 ഉദ്ധരിച്ച ഹദീസാണ്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന, പറഞ്ഞാൽ പലർക്കും പൊള്ളുന്നൊരു കാര്യം.
അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങാൻ പാടില്ല. അതൊരു വരണം. പാർട്ടിക്കാരെന്തിന്റെ പേരിലാണെങ്കിലും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ എന്നാ ഞാൻ റിബലാകുന്ന അറിയുന്ന ആളുകളൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഞാൻ സമരം ചെയ്യുമെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഒരു ക്ലാസ് ലീഡറിന്റെ അധികാരം പോലും ചോദിച്ചു വാങ്ങാൻ പാടില്ല. മാനവ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തസ്അലിൽ ഇമാറ, അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത്. ഫഇന്നക ഉതീതഹാ മിൻ ഗൈരി മസ്അലത്തിൻ ഉഇൻത അലൈഹാ, നിനക്ക് അധികാരം ലഭ്യമായി, നീ ചോദിച്ചിട്ടൊന്നുമല്ല. ആളുകൾ അർഹതക്കുള്ള ഒരു അംഗീകാരമായിട്ട് നിന്നെ പിടിച്ച് അവിടെ അവരുടെ നേതാവാക്കി, അവരുടെ അധികാരിയാക്കി എങ്കിൽ നിനക്കതിൽ ദൈവികമായ സഹായം ലഭിക്കും, ബറക്കത്തുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. കാരണം അവൻ ഏറ്റെടുത്തത് ജനങ്ങളുടെ നിർബന്ധം കൊണ്ടും ജനങ്ങളുടെ ആവശ്യാർത്ഥവും അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണമെന്ന ഇഖ്ലാസുള്ള ചിന്ത കൊണ്ടുമാണ്. അല്ലാതെ എനിക്ക് ഭരണം കിട്ടണം, അപ്പൊ ഞാൻ ഇതുവരെ എത്ര കാലമായി പാർട്ടിക്ക് പ്രവർത്തിക്കുന്നു, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ, അതുകൊണ്ട് നിന്നെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എനിക്കൊന്ന് ഭരണം തരി, എന്നൊന്ന് MLA ആക്കി, എന്നൊന്ന് MP ആക്കി, അതോടുകൂടെ ഇതുവരെ പ്രവർത്തിച്ചതിനൊക്കെ 4 തലമുറയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണല്ല. അങ്ങനെ എങ്ങാനും ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ചോദിച്ചാണ് അധികാരം വാങ്ങിയതെങ്കിൽ ആ കാര്യം നിന്നെ തന്നെ ഏൽപ്പിച്ചു, പിന്നെ നീയായി നിന്റെ പാടായി. അല്ലാതെ ഒരു സഹായവും ആ വിഷയത്തിൽ നിനക്ക് ലഭ്യമാവൂല. ഭൗതികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഒരാൾ ചോദിച്ച സെക്രട്ടറി മെമ്പർമാരൊന്നും ഹെൽപ്പ് ചെയ്യണമെന്നില്ല, അവര് ഓനായി ഇപ്പൊ ചോദിച്ചെടുത്താൽ ഓനോടെ നടത്തട്ടെ എന്ന് പറയും. നേരെ മറിച്ച് എല്ലാവരും ഇഷ്ടപ്രകാരം അവരുടെ ആത്മാർത്ഥം കൊണ്ടാക്കിയതാണെങ്കിലോ തീർച്ചയായിട്ടും അവരുടെ സഹായം കിട്ടും, മറ്റുള്ളവരുടെയും സഹായം കിട്ടും. ഈ ഹദീസിന്റെ അടുത്ത ഭാഗത്ത് വൈൻ ഹലഫ്ത അലാ യമീനിൻ ഫറഅയ്ത ഗൈറഹാ ഖൈറൻ മിൻഹാ, നീ ഒരു കാര്യത്തിൽ സത്യം ചെയ്തു, പിന്നെ എനിക്ക് തോന്നി അതിനേക്കാൾ മെച്ചം മറ്റൊന്നാണ്, ഇനി ഞാൻ ഒരിക്കലും എൻ്റെ പെങ്ങളെ അല്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും ഇന്ന ഭക്ഷണം കഴിക്കൂല എന്നൊരാള് സത്യം ചെയ്തു. നമ്മൾ ഈ സത്യത്തെ നിസാരായി കാണാറുണ്ട് കേട്ടോ. സത്യം ചെയ്താൽ അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കഫാറത്ത് കൊടുക്കണം. ഞാൻ ആ മസല വിശദീകരിക്കല്ല, സാന്ദർഭികമായിട്ട് സൂചന മാത്രം നൽകുകയാണ്. സത്യം ലംഘിച്ചാൽ കഫാറത്ത് കൊടുക്കണം. അപ്പൊ നമ്മളൊരു വിഷയത്തിൽ സത്യം ചെയ്തു, ഇനി ഞാൻ ഇന്ന ഭക്ഷണം കഴിക്കില്ലെന്ന് പിന്നെ തോന്നി, അല്ലെങ്കിൽ ബോധ്യായി അതല്ല ഖൈർ, അത് കഴിച്ചിട്ട് ജീവിക്കലാണ് ഖൈർ എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യാം? ആ സത്യം ലംഘിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സത്യം ലംഘിച്ചതിനുള്ള കഫാറത്ത് നൽകുകയും വേണം. അതാണ് ഈ ഹദീസിന്റെ ബാക്കി പറയുന്നത്. ഇത്രയും വായിച്ചപ്പോൾ അതുകൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ ഫറഅയ്ത ഗൈറഹാ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ മികച്ചത് മറ്റൊന്നാണെന്ന് ബോധ്യപ്പെട്ടാൽ ഫഅത്തില്ലദീ ഹുവ ഖൈറുൻ ഫഖഫിർ അൻ യമീനിക, സത്യം ലംഘിച്ചതിന് നീ കഫാറത്ത് കൊടുക്കുകയും വേണം. ഇനി ഈ അധികാരം ചോദിച്ചു വാങ്ങുന്നതിനെ പറ്റി പറയുമ്പോൾ ചില മഹാന്മാരുടെ കഥയൊക്കെ പറയേണ്ടി വരും. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഖാദിയാക്കാൻ വേണ്ടി അന്നത്തെ ഭരണാധികാരി നിർബന്ധിച്ചു. അന്ന് അബ്ബാസിയ ഖലീഫയായിരുന്ന അബൂ ജഅഫർ അൽ മൻസൂർ ആയിരുന്നു ഭരണം നടത്തിയിരുന്നത്. ആളെ നിർബന്ധിച്ചു, നിങ്ങൾ ഈ നാട്ടിലെ ഖാദിയാണ്, കാരണം ലോകത്തന്നെ അന്നത്തെ ഏറ്റവും വലിയ പ്രമുഖ ആഴമേറിയ ഇൽമുള്ള പണ്ഡിതൻ താങ്കളാണ്. അബൂ ഹനീഫ ഇമാം സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് പറഞ്ഞു, എനിക്ക് ഖാദിയാവാനൊന്നും പറ്റൂല, ഞാനിങ്ങനെ കുട്ടികൾക്ക് ദർസ് ഓതി കൊടുത്ത് കൂടിക്കോളാം. അപ്പൊ മൻസൂർ പറഞ്ഞു, നിങ്ങൾ കള്ളം പറയാണ്, നിങ്ങൾക്ക് ഖാദിയാകാൻ പറ്റും. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, എന്നാ എന്തായാലും എന്നെ ഖാദിയാക്കാൻ പറ്റൂല. എന്തേ? ഒന്നുകിൽ എനിക്കതിന് യോഗ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യമായിരിക്കും, അപ്പൊ യോഗ്യത ഇല്ലാത്ത ആളെ ഖാദിയാക്കാൻ പറ്റൂലല്ലോ. നല്ലോണം മനസ്സിലാക്കുക. യോഗ്യത ഇല്ലാത്ത, വിവരമില്ലാത്ത, ദീനീപരമായി പ്രതിബദ്ധത ഇല്ലാത്ത, ദീനീ നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്നവരൊന്നും ഖാദിയാക്കാൻ പറ്റൂല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ഖാദിയാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയണത് കള്ളാന്ന് നിങ്ങളും പറയണത്. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ എനിക്ക് എന്തായാലും ഖാദിയാൻ പറ്റില്ല. അൽ ഖാദി അൽ മുജ്തഹിദ് എന്നാണ്. അല്ലോ ഒറിജിനൽ ഖാദി അതാ. നമ്മുടെ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി മറിച്ച് വെച്ചിട്ട് നിസ്കാരത്തിന്റെ ഫർള് എത്ര 14 എന്ന് പറയുന്നവനൊന്നുമല്ല ഒറിജിനൽ ഖാദി. പിന്നെയോ ഹദീസിന്റെയും ഖുർആനിന്റെയും പൂർവിക വിജ്ഞാനങ്ങളുടെയും മഹത്തുക്കളുടെ ഫത്വയുടെയും
സാഗരത്തിൽ നിന്ന് മസാല കടഞ്ഞെടുത്തു കൊടുക്കുന്നവനാണ് ഒറിജിനൽ ഖാദി. അതവിടെ കട്ടെ, നമ്മളൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഖാദിമാരുടെ കഥ തന്നെ പറഞ്ഞാൽ വിവരമുള്ളവനാവണല്ലോ ഖാദി. അതുകൊണ്ട് ഞാൻ എന്നെ അതിന് പറ്റൂല എന്ന് പറഞ്ഞു, നിങ്ങളത് കള്ളം പറയാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ എന്നെ അതിന് പറ്റൂല, കാര്യം എനിക്ക് യോഗ്യത ഇല്ല. നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിലോ ഞാൻ കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞ ഒരാൾ ഖാദിയാവാൻ പാടില്ല. കള്ളം പറയുന്ന ആൾ ഖാദിയാൻ പറ്റൂല. അപ്പൊ എങ്ങനെ നോക്കിയാലും എനിക്ക് ബഗ്ദാദിന്റെ ഖാദിയാൻ പറ്റില്ലെന്ന് മഹാനുഭാവൻ വാദിച്ചു. മൻസൂർ രാജാവ് ജയിലിലിട്ടു. ആ ജയിലിൽ വെച്ചാണ് മഹാനുഭാവൻ മരണപ്പെടുന്നത് പോലും. അധികാരം താലത്തിൽ വെച്ച് നീട്ട മാത്രമല്ല ചെയ്തത്, പിറകെ നടന്ന് നിർബന്ധിച്ചു. പക്ഷെ തന്റെ ഫത്വയിൽ ഔദ്യോഗികമായി ഞാൻ ഖാദിയായിട്ട് മാറുമ്പോ താൻ നൽകുന്ന ഫത്വയിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്കരിതം വന്നാൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരൂലേ എന്നുള്ള ആത്മിക ബോധം കൊണ്ട് മഹാനുഭാവൻ അതിൽ നിന്ന് മാറി. ആ കാരണത്താൽ ജയിലിലടച്ചു. എന്ന് മാത്രമല്ല, ചില റിപ്പോർട്ടുകളിൽ മഹാനുഭാവന് വിഷം കൊടുത്തു കൊന്നു എന്ന് പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ജയിലിൽ വെച്ചിട്ട്. എന്തായാലും ജയിലിൽ വെച്ചിട്ടാണ് ഹിജ്റ 150 അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഇത്ര സ്ട്രോങ് ആണ് ഇത് സംഗതി. ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞിട്ട് മുന്നിൽ നിൽക്കുമ്പോ ഇത് ബാധ്യതയാണ്, ഭാരമാണ്, വലിയൊരു കുരിശാണെന്ന ബോധം നമ്മുടെ മുമ്പിലുണ്ടാവും. മറ്റു ചില ഹദീസുകൾ കൂടെ നമുക്ക് പരിശോധിക്കാം. ഭരണാധികാരി ഒരിക്കലും അക്രമിയാവാൻ പാടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ജനങ്ങളോട് നീതിയുക്തമായി ഇടപെടണം, അവർക്കിടയിൽ അക്രമം നടത്തരുത്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പാവങ്ങളെ മൊത്തം കുടിയിറക്കരുത്. വർഷങ്ങളായി താമസിക്കുന്നിടത്തിൽ നിന്ന് ആ ഒരു വീടിന്റെ അഡ്രസ്സ് വെച്ച് ഗവൺമെന്റ് അവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, ആധാർ കാർഡ് നൽകിയിട്ടുണ്ട്, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് റേഷൻ കാർഡ് ഉണ്ട്. ഇത് 3 തലമുറ 4 തലമുറയായിട്ട് അനുഭവിച്ചു വരുന്നതുമാണ്. ഒരു സുബൈക്ക് അവരറിയുന്നു ഇത് അവരുടെ ഭൂമിയല്ലെന്നും അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്നും. ബുൾഡോസറുകൾ 100 കണക്കിന് വരുന്നു. അതോടുകൂടെ അവരെ എന്തായാലും കുടിയേറ്റക്കാരായി മാറും. കാരണം അവരുടെ രേഖകളെല്ലാം മണ്ണടിഞ്ഞു പോകുന്നു, ബുൾഡോസർ കോരിക്കൊണ്ടുപോകുന്നു. അപ്പൊ പുറത്തിറങ്ങിയിരിക്കണമെന്ന് പട്ടാളവും പോലീസും ഒന്നിച്ചു വന്ന് കൽപ്പിക്കുന്നു. നന്ദിഗ്രാമിൽ മാത്രമൊന്നുമല്ല, ജനാധിപത്യ കക്ഷികൾ എന്ന് പെരുമ്പറ കൊട്ടുന്നവർ ഭരിക്കുന്ന നമ്മുടെ കർണാടകയിൽ പോലും ഒരു വട്ടല്ല പല പ്രാവശ്യം അവർക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടും തണുപ്പിലേക്ക് വീട് നശിച്ച് പുറത്തിറങ്ങുന്നവന്റെ ദൈന്യത അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. 4 തലമുറ 5 തലമുറ മുതൽ കൈമാറി വരുന്നതും കാശ് കൊടുത്ത് മേടിച്ചതും ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്തതും, രജിസ്റ്റർ ചെയ്യാത്തൊന്നുമല്ല, അവർക്ക് ആ വസ്തുവിന്റെ ആധാരമുണ്ട്. ആ ഒരു വീടിന്റെ കാര്യം പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ രേഖകളെല്ലാം അവർക്കുണ്ട്. കാര്യം സുധാരാണെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ ഏതോ ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകമായ താല്പര്യം കൊണ്ടാകണം നേരം വെളുക്കുമ്പോൾ കുടിയിറക്കപ്പെടും. സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നവന്റെ നിരാശ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. മദീനയിലെത്തി സഹാബാക്കിറാം ഹിജ്റയ്ക്കു ശേഷം എല്ലാവർക്കും കടുത്ത പനി പിടിച്ചു, ഭയങ്കര പനി. നൊസ്റ്റാൾജിയ വിട്ടില്ല അവർക്ക്. മക്കയുടെ ചണപ്പുല്ലിനെ പറ്റിയും മക്കയിലുണ്ടാകുന്ന മണൽക്കാറ്റിനെ പറ്റിയൊക്കെ കവിത പാടി നടന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തന്റെ പ്രൗഢമായ ശബ്ദത്തിൽ ഉച്ചത്തിൽ കവിത പാടി നടന്നു. എന്തുകൊണ്ടായിരുന്നു? ഖുർആന്റെ ഭാഷയിൽ സൂറത്തുൽ ഹജ്ജിന്റെ 39 അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു കാരണവുമില്ലാതെ വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവന്റെ വിലാപമായിരുന്നു അത്. വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടണം, അപ്പൊ മനസ്സിലാവും അതിന്റെ സങ്കടം. ബാങ്കുകാർ ജപ്തിക്ക് നോട്ടീസ് അടിച്ചിട്ട് മക്കളെയും പായയും തലക്കണയും പിടിച്ചിട്ട് പുറത്തിറങ്ങുന്ന ആ ദൈന്യതയുടെ പേര് നമുക്ക് ഭാഷയിൽ ഒതുക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ആയിരക്കണക്കിന് മനുഷ്യരെ പച്ചക്ക് ബുൾഡോസർ രാജ് വഴി കുടിയിറക്കുന്നത്. അക്രമിയാകുന്ന ഭരണാധികാരിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അലാ ലഅനത്തുല്ലാഹി അലൽ ആലമീൻ അലൽ ളാലിമീൻ,
അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അക്രമികളുടെ മേലിലാണ് അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാവുക എന്ന്. നീതികേട് കാണിക്കുന്നവരോ അന്ത്യനാളിൽ ഇരുട്ടത്ത് വരുന്നു. അൽളുൽമുലുമാത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള കനത്ത ഇരുട്ടാകുന്നു അക്രമം. അപ്പൊ തന്റെ പോലീസിനെ ഉപയോഗിച്ച്, തന്റെ പാർട്ടിക്കാരെ ഉപയോഗിച്ച് മറ്റു പാർട്ടിക്കാരെ ചൊതുക്കുക, ഓഫീസ് കയ്യേറുക, വഞ്ചന നടത്തിയിട്ട് ജനങ്ങൾ വിശ്വസിപ്പിച്ച് ജയിപ്പിച്ചു വിട്ട ആളുകളെ പണച്ചാക്ക് കൊണ്ട് മൂടിയിട്ട് പാർട്ടി മാറ്റുക, അങ്ങനെ ഭരണം തകർക്കുക. ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടേതായ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമായിരുന്നു. ഇല്ലാത്തത് കൊണ്ടാണ് വിജയിപ്പിക്കാതെ ഇരുന്നത്. പക്ഷെ ചുളുവിൽ കോടിക്കണക്കിന് പണം കൊട്ടിക്കൊടുത്തിട്ട് പാർട്ടി മാറ്റുക വഞ്ചനയാണ്. ആ ജനങ്ങൾ മൊത്തം വിളിഭരാവുകയാണ്. ആ മണ്ഡലത്തിലെ മൊത്തം മനുഷ്യരുടെ തീരുമാനത്തിന് ഒരു ചെറിയ വില പോലും നൽകാതെ പണമാണ് എല്ലാം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആധുനിക ഭരണാധികാരികൾ. ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, ഏകദേശം എല്ലാവരും ആ വിഷയത്തിലൊക്കെ സമാനം. ഇത്തരം അക്രമങ്ങൾ കാണിക്കുന്നവർ കടുത്ത ഇരുട്ടിലായിരിക്കും ഖിയാമത്ത് നാളിൽ. അക്രമിയായ ഭരണാധികാരിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്. ഇന്ന അബ്ഗളന്നാസി ഇലല്ലാഹി യൗമൽ ഖിയാമ ഇമാമുൻ ജാഇറുൻ. സുനൻ തിർമിദിയുടെ 1329 ഹദീസ്. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അക്രമകാരിയാവുന്ന ഭരണാധികാരിയാണെന്ന്. ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് തന്നെ വിചാരിക്കരുത്. വീട്ടിൽ നീതി നടത്താത്ത ഒരു പിതാവ്, മക്കൾക്കിടയിൽ അകാരണമായി വിവേചനം നടത്തുന്ന ഒരു പിതാവ്. അകാരണം ഞാൻ പ്രത്യേകം പറയേണ്ടി വന്നത്, സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മകൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവനെ പ്രത്യേകം പരിഗണിക്കേണ്ടി വരും. രോഗിയാകുന്ന ഒരു മകനുണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് തന്റെ അഭീഷ്ടത്തിനൊത്ത് അല്ലെ തന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് പോകുന്ന മകൻ, ആ മകന് ധാരാളം, ബാക്കിയുള്ളവർക്ക് വളരെ നിസ്സാരം. ഇത് പ്രശ്നം. ഇപ്പൊ വൃത്തികെട്ട ഒരു പിതാവാണെങ്കിൽ അയാളോടൊപ്പം അത്തരം വൃത്തികേടിനൊക്കെ സഹകരിക്കുന്ന ആളോട് നന്നായിട്ട് ഇഷ്ടം വരും. അവർക്ക് വേണ്ടി പ്രത്യേകമായി അനീതി കാണിക്കും. അത് പ്രശ്നം. അതിനനുസരിച്ച് സാത്വികനായ പുത്രൻ, അവൻ ഇതിനോടൊന്നും യോജിപ്പില്ലേ, അവന് ഈ വിഷയത്തിലൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് അവനോട് അനീതി കാണിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവർ അള്ളാഹുവിന് ഖിയാമത്ത് നാളിൽ ഏറ്റവും വെറുപ്പുള്ളവരായിരിക്കും. അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ കാര്യത്തിൽ നന്നായിട്ട് വിചാരണ നേരിടേണ്ടി വരും. ഓരോന്നിനെയും കുറിച്ച് കൃത്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടും. മാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മാമിൻ അമീരി അശറത്തിൻ ഇല്ലാ യുതാ ബിഹി യൗമൽ ഖിയാമത്തി മഗ്ലൂല എന്ന ഹദീസിന്റെ പശ്ചാത്തലം കൂടിയുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു 10 പേരുടെ ഭരണാധികാരി, നിസ്സാരം, വളരെ നിസ്സാരം, ഒരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവണമെന്നില്ലേ, ഒരു 10 പേരുടെ ഒരു ഭരണാധികാരി, നമ്മുടെ ഒരു ശാഖ SYSന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാൾ സ്വജനപക്ഷപാതം കാണിക്കുന്നു, അയാൾ അക്രമിയായി നിൽക്കുന്നു എങ്കിൽ അയാൾ ഖിയാമത്ത് നാളിൽ എത്തുന്നത് മഗ്ലൂലൻ, ചങ്ങലക്ക് ഇട്ടപ്പെട്ടയാളായിട്ടായിരിക്കും. ലാ യുത്ലിഖുഹു ഇല്ലൽ അദ്ൽ, നീതിയല്ലാതെ മൂപ്പരെ സ്വതന്ത്രമാക്കൂല. നീതിപൂർവ്വമായിരുന്നു ഇടപെട്ടത്, എന്നാൽ സ്വതന്ത്രം ഉണ്ടാവുന്നു. നീതിപൂർവ്വം അല്ല അദ്ദേഹത്തിന്റെ ഭരണമെങ്കിൽ അയാൾ ചങ്ങലക്കിട്ട് വളരെ ഭീകരമായ രീതിയിലാണ് ഖിയാമത്ത് നാളിൽ എഴുന്നള്ളിക്കപ്പെടുക. പ്രജകളെ ബുദ്ധിമുട്ടിച്ചവരെ അള്ളാഹുവും ബുദ്ധിമുട്ടിക്കുമെന്ന് ഹദീസിൽ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നതായി മഹദിയ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്ന ദീർഘമായൊരു ഹദീസിൽ, അതിന്റെ പശ്ചാത്തലത്തിൽ മിസ്രിൽ നിന്ന് ഒരാൾ വരുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലെ ഭരണാധികാരി എന്ന് മഹദി അദ്ദേഹത്തോട് ചോദിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, നല്ല മനുഷ്യനാണ്, ഞങ്ങളെ കാര്യത്തിനല്ലാതെ ശിക്ഷിക്കൂല. ആരെങ്കിലും ഞങ്ങളുടെ വളർത്തുമൃഗങ്ങൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ യുഅ്തീഹിൽ ബഈർ, അതിനെ ഞങ്ങൾക്ക് വേറെ തരും.
അയാളുടെ അബദില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് തരും, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെലവ് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് തരും. ഇങ്ങനെയൊക്കെ അവിടെയുള്ള ഗവർണറെ കുറിച്ച് വളരെ സന്തോഷത്തിൽ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ മഹദിയാന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു എൻ്റെ ഈ വീട്ടിൽ വെച്ച്. അത്രക്ക് ആധികാരികം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ മൻ വല്ലാ മിൻ അംരി ഉമ്മത്തി ഷൈഅൻ ഫശഖ അലൈഹിം ഫഷ്ഖുഖ അലൈഹി. പടച്ചോനെ, എൻ്റെ ഉമ്മത്തിന്റെ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള അധികാരം ഒരാൾ ഏറ്റെടുക്കുകയും ആ ഉമ്മത്തിനെ അയാൾ ഉപദ്രവിക്കുകയും അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ, അവന് നീ അതിന് പ്രതിഫലം കൊടുക്കണമേ. എന്നാലോ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ഷൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ ബിഹി. എൻ്റെ ഉമ്മത്തിന് ഭരണമേറ്റെടുത്ത് അവരോട് നല്ല സ്നേഹത്തിൽ ഇടപെട്ടു, നീതിപൂർവ്വം ഇടപെട്ടു, അവരോട് ആർദ്രമായി ഇടപെട്ടു. ആ മനുഷ്യനോട് നീയും കാരുണ്യം കാണിക്കണമേ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നു. മുസ്ലിം തങ്ങൾ അവിടുത്തെ സ്വഹീഹിന്റെ 1828 ഹദീസായിട്ട് അത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിന്റെ റസൂൽ അത് ദ്വാരക്കണത് അധികാരം കൈയാളിയിട്ട് അനുയായികൾക്കിടയിൽ ഭേദം കാണിക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ആളെ നീയും ബുദ്ധിമുട്ടിലാക്കണമേ എന്ന്. ചിലപ്പോൾ ദുന്യാവിലാണ് കഴിച്ചിലായി എന്ന് വരും, പക്ഷെ ബുദ്ധിമുട്ടിന്റെ പാരമ്പര്യയിലേക്ക് പരലോകത്ത് എത്തിപ്പെടും. ഈ ബോധം ഉണ്ടാകുന്ന ആൾ നീതിമാനായി ഭരിക്കുകയും ചെയ്യും. അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അധികാരം കിട്ടിയിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പടച്ചുറപ്പ് നിവർത്തിച്ചു തരുന്നില്ലെങ്കിൽ കാര്യമായിട്ടൊന്നും നമുക്ക് വിജയിക്കാനോ നേടാനോ സാധിക്കൂല എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു ഭരണം കിട്ടിയപ്പോഴേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു, കുറെ അതുവഴി സമ്പാദിച്ചു കൂട്ടുന്നു. നമുക്ക് തന്നെ സ്വതന്ത്ര കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ഈ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സ്വന്തം കമ്പനിക്ക് തന്നെ കൊടുക്കുന്നു. അങ്ങനെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പലജാതി കുംഭകോണങ്ങൾ നടത്തുന്നു. 1000 കോടി കുംഭകോണം നടത്തിയ ആളുകളെ കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അല്ലെ. അതിന്റെ ഉള്ളുകള്ളികളും രാഷ്ട്രീയ പ്രേരണകളെ കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ജയിലിൽ കഴിയുന്നു. 1000 കോടി എന്തായി? എവിടെയോ ആയി. ജയിലിലെ ഏതൊരു തടവുള്ളിയും പോലെയും അവിടെയുള്ള ഫുഡും കഴിച്ച് മൂപ്പൻ അങ്ങനെ ജീവിക്കണം. പലരും കട്ടെടുത്തവരൊക്കെ മുടിഞ്ഞ ചരിത്രമേ ലോകത്തിന് പറയാനുള്ളൂ. അതിക്രമം കാണിച്ചവരെല്ലാവരും ബഹിഷ്കരിക്കപ്പെട്ട ചരിത്രമേ ലോകത്തിനുള്ളൂ. അപൂർവം ചിലരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും തൽക്കാലത്തേക്ക്. അതുകൊണ്ടാണ് അധികാരവുമായി താലത്തിൽ വെച്ച് ഭരണാധികാരികൾ ചെന്നപ്പോഴൊക്കെ പല 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 മഹാന്മാരും അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. മഹാനായ സുഫിയാൻ സൗരി, നേരത്തെ അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നാണ് അറിയപ്പെടുന്നത്. മുഅ്മിനീങ്ങളുടെ അമീറാണ് ഹദീസ് വിഷയത്തിൽ. അദ്ദേഹത്തെ ഖാലിയാക്കാൻ വേണ്ടി ഭരണാധികാരികൾ ഉത്തരവിട്ടു. അദ്ദേഹത്തെ തേടി അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ മഹാനുഭാവൻ ഒളിവിൽ പോയി. കൂഫയിലേക്ക് എത്തി. കൂഫയിൽ നിന്ന് ബസ്രയിലേക്ക് പോയി. പലരും ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വിഷമിക്കണെന്ന്? കാലിയായ പോരൻ. മഹാനുഭാവൻ പറഞ്ഞു, അധികാരികളുടെ ഇംഗിതത്വത്തിന് ഒത്ത് വിധി നടത്തുന്ന കൊട്ടാരം മുഫ്തിയാകുന്നതിനേക്കാൾ ഭേദം ഇങ്ങനെ ഒളിഞ്ഞു കളഞ്ഞൊക്കെ ജീവിക്കുന്നതാണ്. ഇങ്ങനെ ഒളിഞ്ഞൊക്കെ ജീവിക്കുന്നതാണ്. തന്റെ ദീനി ഖിദ്മത്തൊക്കെ ആയിട്ട് അങ്ങനെ പോകാം. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയുടെ ഇമാമാണ്. മഹാനുഭാവൻ പീഡിപ്പിക്കപ്പെട്ടു. ഖലീഫ ഹാറൂൻ റഷീദ് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ വന്ന് മക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കണം. കൊട്ടാരത്തിലെ പ്രധാന പണ്ഡിതനായി മാറുകയാണേ. ഔദ്യോഗിക മുഫ്തിയും കൊട്ടാരത്തിലെ മുദരിസൊക്കെ ആയിട്ട് മാറുകയാണ്. എന്ത് സൗകര്യ! പിന്നെ ജീവിതം സുഭിക്ഷായിരിക്കും. മഹാനുഭാവൻ പറഞ്ഞു, ഇൽമ് നേടേണ്ടതാണ്, കൊണ്ടുപോയി കൊടുക്കപ്പെടുന്ന സാധനമല്ല. വീട്ടിലേക്ക് ഇങ്ങനെ വരൂലേ, തലയിൽ കൊട്ടയും ചുമന്നിട്ട് അത് വേണോ ഇത് വേണോ എന്നും പറഞ്ഞിട്ട്, ടോയ്ലറ്റ് കഴുകുന്ന ഈ ലിക്വിഡ് വേണോന്ന് ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി എഴുന്നള്ളി തീരെ ഒരു നിലവാരമില്ലാതെ നൽകണതല്ല ഇൽമ്. ഇങ്ങോട്ട് വന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു.
ഹാറൂൻ റഷീദ് മക്കളെ കൊണ്ടുപോയിട്ട് അബൂ ഹനീഫ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരാക്കി. അദ്ദേഹം നേരെ ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഒരു ദിവസം മക്കളെ കാണാൻ വേണ്ടി ഹാറൂൻ റഷീദ് വരുമ്പോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഒളു എടുക്കാൻ വേണ്ടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്, മകൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് കാണുന്നത്. ഖലീഫയുടെ മകനാണ്. എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഹാറൂൻ റഷീദിന് ഇമാം മാലിക് ബിൻ അനസ് തങ്ങളെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ചോദിച്ചു, എന്തിനാ എങ്ങനെ ചെയ്യണത്? ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുകയും മറുകൈ കൊണ്ട് അങ്ങയുടെ കൈ വരസി കൈകിപ്പിക്കുകയും ചെയ്തുകൂടായിരുന്നോ എന്ന്. വലിയൊരു ചക്രവർത്തിയാണ്, വലിയൊരു രാജ്യത്തിന്റെ അധികാരിയാണ്. സ്വന്തം മകനോട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളമൊഴിപ്പിക്കല്ല വേണ്ടത്. ഒരു കൈ കൊണ്ട് വെള്ളമൊഴിപ്പിക്കുകയും മറ്റേ കൈ കൊണ്ട് വർദ്ധിപ്പിക്കുകയും വേണമെന്ന് ഹാറൂൻ റഷീദ് പറയുന്ന ചരിത്രത്തിൽ കാണാം. താഊസ് ബിൻ കൈസാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട്, എന്നാൽ അമവി ഖലീഫ ഹിഷാം ബിൻ അബ്ദുൽ മലിക് നിന്ന് ഖാലിയാവാതെ ഭരണാധികാരിയാകാതെ രക്ഷപ്പെട്ട മറ്റൊരാളാണ്. ചരിത്രത്തിൽ ഇങ്ങനെ കുറെ ആൾക്കാരെ കാണാം. അവരൊക്കെ ജീവിച്ചെന്തിനാ? ആഖിറത്തിന്. അപ്പൊ നമ്മൾ വലിയ അധികാരസ്ഥരായിട്ടുണ്ട്, അടിച്ചു പൊളിക്കാം എന്നൊന്നുമല്ല അവർ വിചാരിച്ചത്. നേരെ മറിച്ച് അവർ ഭക്തിയാദരപൂർവ്വം അതിൽ നിന്ന് മാറി എന്ന് വെച്ച് ഈ അധികാരം എന്ന് പറഞ്ഞാൽ അത്ര മോശമാണോ? അതൊന്നുമല്ല. ഉമ്മത്തിന്റെ അധികാരം ആരെങ്കിലും ഒക്കെ നിർവഹിക്കണില്ലെങ്കിൽ ഈ നാട്ടിലെ നിയമങ്ങൾ ഡിസോർഡറായി പോകും. വലിയ പ്രവാചകന്മാർ വലിയ അധികാരികളായിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം അടക്കി ഭരിച്ചിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്നു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഇജാസിലെ മഹാനായകരും അധികാരിയുമായി. അധികാരത്ര തീവ്രമാണ്, സങ്കീർണമാണെന്ന് എഴുതിയിട്ട് അല്ലാതെ ഒന്നും മാറി നിൽക്കാൻ പറ്റൂല. അർഹരായ ആളുകൾ അത് ഏറ്റെടുക്കണം, നീതിയുക്തമായി നിർവഹിക്കുകയും വേണം, പ്രജാതൽപരരാവണം, സ്വജനപക്ഷം പാടില്ല, അഴിമതി പാടില്ല, തൻ്റെയും 4 തലമുറയുടെയും ജീവിതത്തിന് ആവശ്യമായ സുഭിക്ഷമായി ജീവിക്കാൻ ആവശ്യമായത് മൊത്തം കട്ടുപിടിക്കാൻ പാടില്ല. പ്രജകളുടെ സമ്പത്ത് ബോധം വേണം, അതനുസരിച്ച് അവർ കൃത്യമായി ഭരണം നടത്തുകയും വേണം. അതോടൊപ്പം തന്റെ അനുയായികളെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി കൂടെ വേണം എല്ലാ പാർട്ടി നേതാക്കൾക്കും. ഇനിതാ നമ്മുടെ നാട്ടിൽ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും. അത് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടെ തോറ്റ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ജയിച്ച ആളുകൾക്ക് ഇത് ജനങ്ങളുടെ തീരുമാനമാണ്, അല്ലാതെ ഞങ്ങളുടെ വലിയ പവറൊന്നുമല്ല എന്നുള്ള വിനയഭാവവും വേണം. അങ്ങനെ വരുമ്പോൾ പണ്ഡിതന്മാരുടെ കോലം കത്തിച്ചിട്ട് വൃത്തികേടും ആഹാരം നഷ്ടപ്പെടുത്തുന്ന രീതി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ആണും പെണ്ണും ചേർന്നിട്ട് മതവിരുദ്ധവും ശ്ലീലവിരുദ്ധവുമായിട്ടുള്ള ഡാൻസും പേക്കൂത്തുകളും ഉണ്ടാവില്ല. അന്യർ എന്ന് പറഞ്ഞാൽ അന്യർ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഈ അനുയായികളിൽ പെടുന്ന സ്ത്രീകളും തമ്മിലുള്ള ആത്മീക ബന്ധം ഭൂലോകത്ത് ആർക്കെങ്കിലും ഇടയിലുണ്ടാവും? ഇല്ല എന്നുള്ളത് 100% ഉറപ്പ്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ബൈഅത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒരു തങ്ങൾ അവരെ ശരീരത്തെ സ്പർശിച്ച് ഒരു ചെറിയ പോയിന്റ് കൊണ്ടെങ്കിലും സ്പർശിച്ച് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. പുരുഷന്മാർക്ക് ഷെയ്ഖാൻ്റെ കൊടുത്ത് ബൈഅത്ത് നടത്തും, സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മുടെ MLA ആവുമ്പോഴേക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ഷെയ്ഖാൻഡ് ചെയ്യാന്നാണ്. MLAക്ക് സ്ഥാനാർത്ഥിയാവുമ്പോഴേക്ക് എല്ലാ ആണുങ്ങൾക്കും കൈ കൊടുത്ത് അവരെ ചേർത്ത് നിർത്തി സെൽഫി എടുത്ത് ഫോട്ടോക്ക് പോസ് ചെയ്യാന്നാണോ? മതത്ത് പറ്റൂല. മുസ്ലിം ഏത് മേഖലയിലാണെങ്കിലും മതം പാലിക്കേണ്ടവനാണ്. അതിൽ ബേജാറായിട്ടൊന്നും കാര്യമില്ല. മുസ്ലിം ഏത് മേഖലയിലാണെങ്കിലും മതം പാലിക്കേണ്ടവനാണ്. സ്ഥാനാർത്ഥി വരുമ്പോഴേക്ക് 5-8 സ്ത്രീകൾ ചേർന്നിട്ട് സ്ഥാനാർത്ഥിക്ക് ഉമ്മം കൊടുക്കുക, കൈപിടിച്ച് മുറ്റിക്കൊണ്ടിരിക്കുക. സ്ഥാനാർത്ഥി പെണ്ണ് എല്ലാവരുടെയും ഇടയിലൂടെ നടന്നിട്ട് എല്ലാവർക്കും ഷെയ്ക്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അന്യപുരുഷന്മാരോടൊപ്പം ഹാർട്ടിന്റെ പകുതി വെച്ചു കൊടുക്കുക, അന്യപുരുഷൻ മറ്റേത് കൂടെ വെച്ചു കൊടുക്കുക. അങ്ങനെ ഹാർട്ട് പൂർത്തിയാക്കുക. ഏതധികാരത്തിലെത്തിയാലും ഏത് സ്ഥാനാർത്ഥിയായാലും MLA ആയാലും MP ആണെങ്കിലും ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ധർമ്മനിഷ്ഠരായിട്ടാവണം ജീവിക്കാൻ. അപ്പൊ ഒന്ന് കൂടിയാടി ഒന്ന് ഒരതി നിന്ന് സെൽഫി എടുത്തു, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് കാല് പൊക്കുന്നു,
പെണ്ണ് കാല് വെക്കുന്നു, അങ്ങനെ ചേർന്ന് നിന്ന് ഇങ്ങനെ സിബ് പൂട്ടിയതുപോലെ ഡാൻസ് ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പൊ വലിയ വിഷയമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അവരുടെ സ്വന്തം റിസ്കിലതാവാം, മതത്തിന്റെ റിസ്കിലാവാൻ പാടില്ല. മതം പറയുന്നത് കൃത്യവും വ്യക്തവുമാണ്. ധർമ്മനിഷ്ഠമായ ജീവിതമല്ലാതെ എത്ര ഉന്നതിയിലേക്ക് എത്തിയാലും, ഇസ്രയേലും കൈസറൊക്കെ കീഴടക്കിയിട്ട് അന്ന് ഏറ്റവും വലിയ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെന്താണ് കേവലം ഒരു MLA? പിന്നെന്താണ് കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ? ദീനിന് പ്രാധാന്യം നൽകുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണെന്ന് കൂടെ ഉൾക്കൊള്ളുക. അപ്പോ തോൽവി ജയം ജനാധിപത്യത്തിലെ സ്വാഭാവികമായ പരിണിതിയാണ്. അറിയാലോ, ഏതെങ്കിലും ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. ജയിക്കുന്നയാൾ മര്യാദയോടുകൂടെയാവണം തൻ്റെ ജയം ആഘോഷിക്കേണ്ടത്. അത് തോൽക്കുന്ന ആളുകളെ മൊത്തം തെറി പറയാനും തമ്മാടിത്തം പറയാനും ഉള്ള ഒരു ലൈസൻസ് ആണെന്ന് ആരും മനസ്സിലാക്കരുത്. അതുകൊണ്ട് അധികാരം വലിയ ബാധ്യതയാണ്, ഭാരമാണ്. ഖിയാമത്ത് നാളിൽ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മുഖ്യമായ ഉപാധികളിൽ ഒന്നാണ്. എന്നാലോ അത് നീതിപൂർവം ഉപയോഗപ്പെടുത്തിയാൽ വിജയത്തിനും ആത്യന്തികമായ സന്തോഷത്തിനും അത് കാരണവുമാണ്. ആ തലത്തിലേക്ക് നമ്മളാകുന്ന ഓരോ അധികാരികളും ഉയർന്ന് വരണമെന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.